ചില സിനിമകൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്ന കഥകൾ ഒരു റിയാലിറ്റി നമ്മൾ കാണാറുണ്ട്. ചില വാക്കുകൾ അറം പറ്റിയെന്ന് പറഞ്ഞ പോലെ ചില സിനിമ അറം പറ്റി പോകാറുണ്ട്. നമ്മൾ ഓർക്കും സിനിമയിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂന്ന്. പൗർണമി ഓർക്കും ഞാൻ വല്ല സിനിമ റിവ്യൂ പറയുന്നത് നല്ല കേട്ടോ. എൻ്റെ വീട് അപ്പൂൻ്റെ എന്ന് പറഞ്ഞ സിനിമ, അതിൽ ഒരു മൂത്ത കുട്ടി അച്ഛൻ വിവാഹം കഴിച്ച രണ്ടാനമ്മയിലുണ്ടാകുന്ന ഒരു കുഞ്ഞിനെ കൊല്ലുന്ന ഒരു സീനുണ്ടായിരുന്നു. ആ സിനിമ ഭയങ്കര ഹിറ്റാണ്. ജയറാമിൻ്റെ മോൻ കാളിദാസും ജ്യോതിർമയും തകർത്ത് അഭിനയിച്ച ഒരു സിനിമ. അന്ന് എല്ലാവരെയും ഞെട്ടിപ്പിച്ച, വേദനിപ്പിച്ച, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതൊക്കെ ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞൊരു സംഭവം മാത്രമല്ല എന്ന് നമ്മൾ ആശ്വസിക്കാൻ ശ്രമിച്ചു. അന്ന് 22 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സിനിമ, അത് റിലീസ് ചെയ്തൊരു സിനിമ. പക്ഷെ ഇന്നിപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. നമ്മൾ എന്താണോ പേടിച്ചത് അത് റിയാലിറ്റിയായി മാറിയിരിക്കുന്നു. ആ ഒരു കാലഘട്ടമാണ്. നമ്മൾ എന്തൊക്കെ സിനിമയിൽ കണ്ട് പേടിച്ചിട്ടുണ്ടോ അതെല്ലാം ഇന്ന് റിയാലിറ്റിയായി നടന്നുകൊണ്ടിരിക്കും, ഇൻക്ലൂഡിങ് രോഗങ്ങൾ ഉൾപ്പെടെ. പക്ഷേ ഇത് ഇച്ചിരി കടന്നുപോയല്ലേ പറഞ്ഞു? അതെ, തീർച്ചയായും. ഇപ്പോൾ ആ സിനിമയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ആ സിനിമയിൽ യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ കൊല ചെയ്യണം എന്നുള്ളൊരു ഇന്റൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അറിയാതെ സംഭവിച്ചതാണ്, ആ കുഞ്ഞ് മരണപ്പെട്ടു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം 12 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയാണ്, പെൺകുട്ടി 4 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞ് കൊന്നിരിക്കുകയാണത്. മറ്റൊന്നുമല്ല, അതിന്റെ കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ സംഭവിക്കുന്നത് തന്നെയാണ്. അതായത് പുതിയതായിട്ടൊരു കുഞ്ഞ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയൊരു കുഞ്ഞ് ജനിച്ച ഉടനെയുള്ളൊരു കുഞ്ഞിനെ അതിന് എത്ര കാലം വരെ അതിന് പരിചരണവും പരിഗണനയും ആവശ്യമാണ്. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയാവുന്നിടം വരെ അതിനൊരു സഹായം തന്നെ വേണം. പിന്നെ ജനിച്ച് ഒരു വയസ്സ് വരെ അല്ലെങ്കിൽ 2 വയസ്സ് വരെ കുഞ്ഞ് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നത് വരെ കുഞ്ഞിന് ആവശ്യമുള്ള ഭക്ഷണം അടക്കം ഏത് സമയത്താണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ കുഞ്ഞിനെ പരിചരിക്കുന്ന ആരാണോ അവരാണ്. കൂടുതലും അമ്മമാർ തന്നെയാണ്. അപ്പോൾ കുഞ്ഞ് കരയുന്നത് എവിടെയെങ്കിലും വേദന എടുത്തിട്ടാണോ കരയുന്നത്, വിശന്നിട്ടാണോ കരയുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിട്ടാണോ കരയുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം അവർക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും കുഞ്ഞുങ്ങളെ പരിഗണിക്കും, പരിചരിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ഈ സമയത്ത് മുതിർന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്രയും നാളും അല്ലെങ്കിൽ ഈ ഒരു ചെറിയ കുഞ്ഞ് ജനിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ എല്ലാവരും കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് ആ കുഞ്ഞിനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ കുഞ്ഞിനോടായിരിക്കും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഒരു ബന്ധു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തുള്ളൊരു ആൻറ്റി വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ഈ കുട്ടിയെ പറ്റിയായിരിക്കും, ഇതിൻ്റെ സുഖവിവരങ്ങളായിരിക്കും. പക്ഷേ മറ്റൊരു കുഞ്ഞ്, ഒരു ചെറിയ കുഞ്ഞ്, പൊടിക്കുഞ്ഞ് ഒരു ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും എല്ലാവരും ആ ഒരു പരിഗണന മാറ്റി വെച്ചിട്ട് കുഞ്ഞിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. കുഞ്ഞെന്തിയെ, കുഞ്ഞുറങ്ങിയോ അല്ലെങ്കിൽ കുഞ്ഞ് കരയുന്നത് എന്തിനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ആ ഒരു സംഭാഷണം മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു കുട്ടിക്കും, അതായത് ആ ഒരു രീതിയിൽ ചിന്തിക്കാത്ത, അതായത് അത് കുഞ്ഞാണ്, കുഞ്ഞിന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല, അതിനെ നമ്മൾ നോക്കണം, നമ്മൾ അതിന് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് തിരിച്ചറിയാൻ ബോധമില്ലാത്ത ഏതൊരു കുട്ടിയും ചിന്തിക്കുന്നത് എന്നെ ഇപ്പോൾ ആർക്കും വേണ്ട, എല്ലാവർക്കും കുഞ്ഞുവാവയെ മതി, ഈ കുഞ്ഞുവാവ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ സ്നേഹം മുഴുവൻ എന്നോട് കാണിച്ചേനെ, എനിക്ക് കിട്ടിയേനെ ഈ സ്നേഹം മുഴുവൻ. ഇപ്പോൾ കുഞ്ഞുവാവ വന്നതുകൊണ്ടല്ലേ അച്ഛനും അമ്മയ്ക്കും പോലും എന്നെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കാത്തത്. അത് നാച്ചുറലി ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ, ഒരു പുതിയൊരു കുഞ്ഞ് വരുമ്പോൾ മുതിർന്ന ഒരാളുണ്ടെങ്കിൽ, അത് പെൺകുട്ടിയോ ആൺകുട്ടിയോ ആയിക്കോട്ടെ, ആ ഒരു കോൺസെൻട്രേഷൻ ചേഞ്ച് ആകുമ്പോൾ ഏതൊരാൾക്കും തോന്നാവുന്ന കാര്യം തന്നെയാണ്. അതിനകത്ത് ജനറലൈസ് ചെയ്ത് പറയാനേ പറ്റുള്ളൂ. കാരണം ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് നമുക്ക് നിർവചിക്കാൻ കഴിയുന്ന കാര്യമല്ല, അല്ലേ ശരിക? സത്യത്തിൽ ഇവർ തമിഴ്നാടുകാരാണ്, ബേസിക്കലി അവർ കണ്ണൂരാണ് താമസിക്കുന്നത്. ഈ കുട്ടികൾ, ഈ കൊല ചെയ്ത കുഞ്ഞ് അല്ലെങ്കിൽ കുട്ടി എന്ന് പറയുന്ന പെൺകുട്ടി 12 വയസ്സുണ്ട്, അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾക്കൊരു സിബ്ലിങ് കൂടെ ഉണ്ട്, 2 പെൺകുട്ടികളാണ് ഇവരുടെ മാതാപിതാക്കളിൽ ഒരാൾ, അച്ഛൻ ഇവരുടെ ചെറുതിലെ തന്നെ മരിച്ചു പോവുകയാണ്. ദെൻ ഇവരുടെ അമ്മ ഇവരെ ഉപേക്ഷിച്ച് പോകുന്നു. അപ്പോൾ തന്നെ അവരുടെ ലൈഫിൽ ട്രാജഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, അവരുടെ ട്രോമ സ്റ്റാർട്ട് ചെയ്തു. സോ ബാല്യം നന്നായാലാണ് ഒരു നല്ല യുവാവോ യുവതിയോ ജനിക്കുക. ബാല്യം നന്നായാൽ പകുതി നന്നായി, അല്ലെങ്കിൽ എല്ലാം നന്നായെന്ന് പറയാറുണ്ട്. നമ്മുടെ 7 വയസ്സ് വരെ നമുക്ക് കിട്ടുന്ന അടികളും സന്തോഷങ്ങളുമാണ് പിന്നെ ലൈഫ് ലോങ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ കുട്ടിയുടെ ലൈഫ്, അവരുടെ 2 ലൈഫ് കീഴ്മേൽ മറിയുകയാണ്. അവരുടെ അമ്മ അവരെ ഉപേക്ഷിച്ച് പോകുന്നു. ദെൻ ഈ മുത്തു എന്നാണ് ഈ ഇളയച്ചൻ, അതായത് അച്ഛൻ്റെ അനിയൻ, അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സ്വന്തം മക്കളായിട്ട് തന്നെ ഇവരെ തമിഴ്നാട്ടിൽ പോയി. ഇവർ തമിഴ്നാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്, ഇദ്ദേഹം കേരളത്തിലുമാണ് താമസിച്ചിരുന്നത് ആക്ച്വലി. സോ അദ്ദേഹം ആക്രി കച്ചവടക്കാരാണ്, ആക്രി പിറക്കി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പോയി അവരെ 2 പേരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. സ്വന്തം ജ്യേഷ്ഠൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം മക്കളെ പോലെ വളർത്തി അവരെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിംഗ് റെഡിയാക്കുന്നു. എല്ലാ കാര്യങ്ങളും അവർക്ക് അവിടെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം അങ്ങനെ അവർ വളരുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹവും അവരൊക്കെ ഒരു സെറ്റായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ 12 വയസ്സൊക്കെ ആയില്ലേ, അദ്ദേഹവും കല്യാണം കഴിക്കുന്നു.
അദ്ദേഹത്തിനും ഈ പറയപ്പെടുന്ന കല്യാണം കഴിച്ച് അദ്ദേഹത്തിനും കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ തൊട്ട് ഇപ്പോഴും ഈ മുത്തുവും അല്ലെങ്കിൽ മുത്തുവിൻ്റെ ഭാര്യ പറഞ്ഞത് പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, ഭയങ്കര സ്നേഹമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളായി, കുഞ്ഞിന് ഇത്രയും വയസ്സായി അല്ലെങ്കിൽ ഇത്രയും മാസമായപ്പോൾ ഈ ഒരു ടെംപ്റ്റേഷൻ, ഇത് ഈ കുട്ടി തന്നെ തുറന്നു പറഞ്ഞതാണ് പോലീസിൻ്റെ ഇടയ്ക്ക്. ആ സ്നേഹം ഞാൻ എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന് പറഞ്ഞാൽ സിനിമയുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ കാര്യം അവിടെയാണ്. അവിടെ എന്നോടുള്ള ഒരു പരിഗണന, ഇപ്പോൾ പൗർണമി പറഞ്ഞ പോലെ തന്നെ ആ ഒരു ശ്രദ്ധ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, സെൻറ്റർ ഓഫ് കെയറിങ് അവിടെ ഇല്ലാതായി പോകുന്നു. കാരണം നേരത്തെ കുഞ്ഞ് വരുന്നതിന് മുമ്പ്, അവരുടെ സ്വന്തമായിട്ടൊരു കുഞ്ഞ് വരുന്നതിന് മുമ്പ് ഇവരായിരുന്നു അവിടുത്തെ എല്ലാം. എൻ്റെ മക്കളാണ്, എൻ്റെ കുട്ടികളാണ്, എൻ്റെ പസങ്ങളാണ് എന്ന രീതിയിൽ തന്നെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് മാറിയിട്ട് പകരം ആ ഒരു, പ്രത്യേകിച്ച് നമുക്കറിയാം കുഞ്ഞുങ്ങൾ 2 മക്കളെ ഉള്ള വീട്ടുകളിൽ രണ്ടാമതൊരു കുട്ടി വരുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ പറയണം എനിക്കൊരു അനിയത്തി വാവയോ അനിയൻ വാവയോ വേണം അമ്മ, അല്ലെങ്കിൽ അച്ഛ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ചിന്തിക്കും. പക്ഷേ സാധാരണഗതിയിൽ ഈ ഒരു കേസ് സംഭവിക്കുന്ന എല്ലായ്പ്പോഴും ഏജ് ഡിഫറൻസ് ഇല്ലാത്ത കുട്ടികൾ തമ്മിലാണ് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് തൊട്ടടുത്ത വർഷം തന്നെ ഒരു കുട്ടി കൂടെ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഒരു ഈഗോ അവിടെ ഉണ്ടാവുമെന്നാണ് ഈ മാനസികമായിട്ട് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മനോവിദഗ്ധർ പറയപ്പെടുന്ന അങ്ങനെയാണ്. കുഞ്ഞുങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അവർക്ക് അവിടെ ഈഗോ സ്റ്റാർട്ടാവും, അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഈഗോ സ്റ്റാർട്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ തനിക്ക് കിട്ടിയ സ്നേഹം ഇളയ കുട്ടിക്ക് പോകുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചുമ്മാ കിടക്കുന്ന കുഞ്ഞിൽ ചെന്ന് പിച്ചും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്തിട്ട് തലക്കെറിയും, അല്ലെങ്കിൽ അവളുടെ തലക്കെറിയും, അങ്ങനെ അവൻ കരയുന്നത് കാണാൻ ഇഷ്ടപ്പെടും. പക്ഷേ അമ്മയോ അച്ഛൻ്റെയോ പരമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഇതെല്ലാം മാറിപ്പോവും. നീ തന്നെയാണ് നമുക്കെല്ലാം, അല്ലെങ്കിൽ നീയാണ് നമ്മുടെ ഹീറോ, അല്ലെങ്കിൽ നീയാണ് ഞങ്ങളുടെ ഹീറോ, നീയാണ് ഞങ്ങളുടെ രാജകുമാരി രാജകുമാരൻ എന്ന് പറയുമ്പോൾ കുഞ്ഞ് അവിടെ തീർന്നു. അതവിടെ അവന് മനസ്സിലായി കാര്യം. ഓക്കെ, അപ്പോൾ നീ വേണം, ഈ മിക്ക അച്ഛനമ്മമാരും ചെയ്യുന്നൊരു നമ്പറാണ്, നീ വേണം നിന്റെ അനിയത്തി കുട്ടിയോ കുട്ടനെയോ നോക്കാൻ. അപ്പോൾ മിക്ക കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന അറിയത്തില്ല, ഇപ്പോഴത്തെ രീതി, അല്ലെങ്കിൽ ഒരു 3-4 വയസ്സ് ഡിഫറൻസ് ഉള്ള കുട്ടികൾ സ്വന്തം പാല് കൊടുക്കുന്നതും എടുത്ത് മാറ്റുന്നതും താലോലിക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ അവരായിരിക്കും എപ്പോഴും. കാരണം അവനെ ഏൽപ്പിച്ചിരിക്കുക, അവനാണ് അവളുടെ രക്ഷകർത്താവ്. കുഞ്ഞുങ്ങൾക്ക് അത് മതി. ഇവിടെ അങ്ങനെ എന്തോ പാകപ്പിഴകൾ സംഭവിച്ചിട്ട് പോയിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ ഓൺ പാരൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പാരൻസ് ഇല്ല. സ്വാഭാവികമായിട്ടും അരക്ഷിതാവസ്ഥയായ അവിടെ അവൾക്ക് പറഞ്ഞു കൊടുക്കാനും, അച്ഛൻ്റെ സ്നേഹത്തിൽ വളർത്തി എന്ന് പറഞ്ഞാലും അമ്മയില്ല. അമ്മ ഓൾറെഡി ഉപേക്ഷിച്ചു. അത് വലിയൊരു ഷോക്കാണ് കുഞ്ഞുങ്ങൾക്ക്. അവരുടെ വിധിയാണെന്ന് നമ്മൾ പറഞ്ഞാലും അതിൻ്റെ ഒരു പരിണിതഫലം അനുഭവിക്കേണ്ടി വന്നത് ഒന്നും അറിയാത്ത, പറക്കമുറ്റാത്ത, ഈ ഭൂമിയിലേക്ക് ജനിച്ചിട്ട് വെറും 4 മാസം പ്രായമുള്ള ഒരു റോസാപ്പൂ പോലത്തെ ഒരു കുഞ്ഞിനെയാണ് കിണറ്റിലിരുന്ന് അതിനിഷ്ഠൂരമായിട്ട് കൊന്നത്. ഒരുപക്ഷെ ആ ക്രൂരതയുടെ ആഴമൊന്നും ഈ 12 വയസ്സുകാരിക്ക് അറിയുന്നുണ്ടാവില്ല. അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. അവളുടെ വികാരമാണ് എൻ്റെ സ്നേഹം. കാരണം ഈ ട്രോമ, അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ ആൾക്കാർ നഷ്ടപ്പെടുന്നു. അവർ ഉപേക്ഷിച്ച് പോയി, അമ്മയ്ക്ക് നിന്നെ വേണ്ട. ഒരുപക്ഷെ ആരറിഞ്ഞിട്ടുണ്ടാവും, അപ്പുറത്തുള്ള ഓരോ ബന്ധുക്കളോ ഒക്കെ ഇവരെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. നിന്റെ അമ്മ, നീയൊക്കെ അച്ഛൻ, ചില കുട്ടികളോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഓ നിന്റെ തല കണ്ടപ്പോഴേ അച്ഛനെ കൊണ്ടുപോയി, കാലൻ്റെ കായ് എന്നൊക്കെ പറഞ്ഞ് ചില കുഞ്ഞുങ്ങളെ അധിക്ഷേപിക്കുന്നത് ഞാൻ ആസ് എ പേഴ്സണലി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഇവർക്ക് പറയാൻ സാധിക്കുന്നു, നിന്റെ കുഞ്ഞ് ജനിച്ചുകൊണ്ടാണ് നിന്റെ തന്ത തട്ടിപ്പോയത്, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയത്, അമ്മയ്ക്കും വേണ്ട, അമ്മ നിന്നെ ഉപേക്ഷിച്ച് പോയി, അപ്പോൾ നീ ഒരു ദുരന്തമാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ദുരന്തമാണെന്നൊരു പക്ഷേ ആ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവാം. ഈ അച്ഛൻ ആക്രി പറക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, അച്ഛനെന്ന് പറയുമ്പോൾ ഇളയച്ചനാണ്, അദ്ദേഹത്തിൻ്റെ ജോലികളുണ്ട്, ഇതുങ്ങളെ വളർത്തണം, ഭാര്യയുടെ കാര്യം നോക്കണം, കുഞ്ഞ്. അപ്പോൾ അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കാൻ, സ്വയം ആണുങ്ങളും കൂടാണ്, ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല. ഒരു പക്ഷേ ഇത് പെൺകുട്ടികളും കൂടെ ഉണ്ടായത് ഇമോഷണലി അവർ കുറെ കൂടെ ഹേർട്ടാവും. ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്ക് അത് ഇമോഷണലി ഹേർട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പുതുതായിട്ടൊരു കുട്ടി കൂടെ ഉണ്ടാവുന്നു, അതും ഇളയച്ചൻ്റെ സ്വന്തം മകൾ അല്ലെങ്കിൽ മകൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്നേഹം അവർ താലോലിക്കുന്നു. അത് കുഞ്ഞല്ലേ, കുഞ്ഞിന് സ്വാഭാവികമായിട്ടും പരിചരണങ്ങളും കാര്യങ്ങളും കിട്ടണം. അത് കാണുമ്പോൾ 12 വയസ്സായിട്ട് പോലും അവരുടെ മനസ്സ് അത്രയും മെച്യൂർ ആയിരുന്നില്ല. എന്തായാലും ആൾക്കാർക്ക് ആദ്യമേ പോലീസിന് സംശയം ഉണ്ടായിരുന്നു വീട്ടിൽ ആരോ ആണ് ചെയ്തതെന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഈ 12 വയസ്സുകാരിയിലേക്ക് സംശയമൊന്നും ആദ്യം പോയിരുന്നില്ല. പക്ഷേ കുഞ്ഞിൻ്റെ അമ്മയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ പറയപ്പെടുന്ന പെൺകുട്ടി കഴിഞ്ഞ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് അതിന് മുമ്പ് വെച്ചിരുന്ന ഡോക്ടറുടെ ഡീറ്റെയിൽസ് മുഴുവൻ കത്തിച്ച് കളയുകയും അല്ലെങ്കിൽ കീറിക്കളയുകയും ചെയ്തു, നശിപ്പിച്ച് കളയുകയും ചെയ്തു. പിന്നെ പതിവില്ലാത്ത തരത്തിലുള്ള ഒരു റേജ്, ഒരു ദേഷ്യം, ഒരു പിണക്കോ പരിഭവോ അല്ല, ഒരു ദേഷ്യം ആ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ അന്ന് അവർ കണ്ടെന്നാണ് അവർ പറയുന്നത്. ആ മൊഴിയാണ് പോലീസുകാർ ഈ പറയപ്പെടുന്ന പെൺകുട്ടിയിലേക്ക് ചെല്ലുക. പിന്നെ കുട്ടിയല്ലേ, സ്വാഭാവികമായിട്ട് 2 വിരട്ടി കഴിയുമ്പോൾ അവരങ്ങ് പറഞ്ഞു പോകും. അവൾക്ക് ഈ കൊലപാതകം ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒന്നും അതൊരു മൊമെൻറ്റിൽ ചെയ്തിട്ടുണ്ടാവുന്നതാണ്. ഞാൻ ന്യായീകരിക്കുകയല്ല, അത് അതിക്രൂരമായ ഒരു കാര്യം തന്നെയാണെങ്കിൽ പോലും അവളുടെ പ്രായം അങ്ങനെയാണ്. പുറലോകമായിട്ട് അധികം ബന്ധമില്ല, 12 വയസ്സേ ആയിട്ടുള്ളൂ, 7ാം ക്ലാസ്സുകാരിയാണ്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഇളയച്ചനെ തണലിൽ വളർന്ന ഒരു പെൺകുട്ടി. അവൾ എന്തായാലും അതിക്രൂരമാവാനൊന്നും സാധ്യതയില്ല. പക്ഷേ ആ ഒരു സ്നേഹമില്ലായ്മയിൽ നിന്നാണ് ഇന്ന് എല്ലാ കൊലപാതകങ്ങളും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ തന്നെ ഇപ്പോൾ അഫാൻ്റെ കാര്യം എടുത്താലും ഈ പറയപ്പെടുന്ന തേജസിൻ്റെയും ഫെബിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ, ഇഴകീറി പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും.
കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ, അച്ഛനും അമ്മയുള്ള എല്ലാം നല്ല സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പണക്കാരോ പാവപ്പെട്ടവരോ ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ, ആ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ വികാരങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കാത്തതിൻ്റെ എല്ലാ കുറവുകളും അവസാനം ചെന്നെത്തിയത് നിരപരാധിയായ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മരണത്തിലാണ്. സോ ഇതെല്ലാം നമ്മുടെ സമൂഹമാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം പാരൻറ്റിങ് എന്ന് പറയുന്നത്, ഞാൻ വലിയ വലിയ എഴുത്തുകാർ പണ്ടൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഓർത്തിട്ട് പാരൻറ്റിങ് വലിയ കാര്യമാണ്, അത് നാച്ചുറലായിട്ട് അല്ല. പാരൻറ്റിങ്ങിന് വേണ്ടി മാത്രം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേ മതിയാവും. യഥാർത്ഥ പാരൻറ്റിങ് എന്താണെന്ന് വിദഗ്ധർ പഠിച്ച് അത് പാരൻസ് ആവാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പാരൻ്റ് ആദ്യമാകണം. അപ്പോൾ തന്നെ നമ്മൾ ക്ലാസ്സുകൾ പോയി അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെ ആവണം നമ്മളൊരു കുഞ്ഞിനെ വെൽക്കം ചെയ്യേണ്ടത്. ഇങ്ങനെ അത് തീർച്ചയായിട്ടും അതിന് നമ്മളിപ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് പാവപ്പെട്ടവർക്ക് മാത്രമല്ല, ഈ പറയപ്പെടുന്ന റിച്ചായിട്ടും അപ്പർ ഗ്രേഡിൽ താമസിക്കുന്നവരുടെയൊക്കെ ഫാമിലിയിൽ ഇത് സംഭവിക്കുന്നുണ്ട്. അത് ഈ തേജസിൻ്റെ ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വലിയ ഒരു ക്രൈംബ്രാഞ്ചിലെ സ്പെഷ്യൽ SI ആണ് അദ്ദേഹം. ക്രൈംബ്രാഞ്ചിലെ എന്തോ ഒരു സ്പെഷ്യൽ ഗ്രേഡ് SIയുടെ മക്കളാണ് ബിടെക്കുകാരായ തേജസ്. മരിച്ച കൊലപാതകിയായ പയ്യൻ, കൊല ചെയ്യപ്പെട്ട വ്യക്തിയും അങ്ങനെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫാമിലി എന്നുള്ളതാണ്. സോ ഇവർക്കൊക്കെ ആരാണ് വിദ്യാഭ്യാസം ഇല്ലാത്തതോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തോ ആൾക്കാരല്ല. പക്ഷെ അവർ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇവർക്ക് വരണമെങ്കിൽ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമെന്ന് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. കാരണം ഇതിനകത്ത് സമൂഹത്തിനൊന്നും ചെയ്യാനില്ലെന്ന് ചോദിച്ചാൽ തുടക്കം നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് വേണ്ടത്. സോ ഈ ഒരു പെൺകുട്ടിയുടെ മനസ്സ് അങ്ങനെ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ആ ഒരു ഓൾറെഡി ട്രോമയുള്ളൊരു കുട്ടികളാണ് ഇവർ രണ്ടുപേരും. സോ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് എടുത്ത് വളർത്തിയെങ്കിലും ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രാപ്തി അതുങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും അവസാനം ഇത് ചെന്നെത്തിച്ചത് ആ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞിൻ്റെ കൊലപാതകത്തിലേക്കും. ഇനി ഈ കുഞ്ഞിന് ഭാവിയുണ്ടോ? അവളുടെയും ജീവിതം എല്ലാം നശിച്ചില്ലേ? സോ സമൂഹം, അതുപോലെ നമ്മുടെ സാങ്കേതിക വശങ്ങൾ, അതുപോലെ നമ്മുടെ സർക്കാർ, ഇതെല്ലാവരും തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിനപ്പുറവും കേരളത്തിൽ സംഭവിക്കും.